ബ്രസ്റ്റിന്റെ റിഡക്ഷൻ, സൈസ് റിഡക്ഷന് വേണ്ടിയുള്ള റീലിൽ വളരെയധികം കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. സർജറി അല്ലാണ്ട് വേറെ ഓപ്ഷൻസ് ഉണ്ടോ? നമുക്ക് ബ്രസ്റ്റിന്റെ സൈസ് യൂഷ്വലി വരുന്നത് ജനിതകമായ കാരണങ്ങളാൽ വരാം. അതിന് അൺഫോർച്ചുനേറ്റ്ലി വേറെ ഓപ്ഷൻസ് ഇല്ല. മരുന്ന് കൊണ്ടൊന്നും ഇത് കുറയ്ക്കാൻ പറ്റില്ല. വേറൊരു കാരണമുള്ളതെന്ന് വെച്ചാൽ അമിതമായ കൊഴുപ്പ് കെട്ടിക്കിടന്നിട്ടും വരാം. ചിലപ്പോൾ അത് നമ്മൾ ഡയറ്റും എക്സസൈസും ചെയ്താൽ റെസ്പോണ്ട് ചെയ്യാം. കാരണം ഈ ബ്രസ്റ്റ് എന്ന് പറയുന്നത് അതിനകത്ത് കൊഴുപ്പും ഗ്രന്ഥിയും കൂടി ചേർന്നുണ്ടാകുന്ന സാധനമാണ് ഈ ബ്രസ്റ്റ്. അപ്പോൾ അതിന് മസിലില്ല. മസിലൊക്കെ ബ്രസ്റ്റിന്റെ പുറകിലാണ്. BMI, അതായത് ബോഡി മാസ് ഇൻഡെക്സ് ഉണ്ടല്ലോ, അത് വെച്ചാണ് നമ്മൾ ഹൈറ്റും വെയിറ്റും വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. BMI നോർമലി 25 വരെയാണ് നോർമൽ. അതിനേക്കാളും കൂടുമ്പോൾ 30, 32 അങ്ങനെയുള്ള കുറച്ച് വണ്ണമുള്ള കുട്ടികൾ വരുമ്പോൾ നമ്മൾ അവരോട് പറയുന്നത് സർജറിയിലേക്ക് ഇപ്പോൾ പോകണ്ട, അതൊന്ന് ഡയറ്റും വർക്കൗട്ടും ചെയ്തിട്ട് വെയിറ്റ് കുറച്ച് നോക്കും. അപ്പോൾ BMI കുറയുമ്പോൾ ഒരു 75 ഒന്ന് ചിലപ്പോൾ ഒരു 60 ഒക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ നല്ല രീതിയിൽ ബ്രസ്റ്റിന്റെ സൈസും കുറയും. അതൊരു ബുദ്ധിമുട്ടല്ലാണ്ട് മാറിയേക്കാം. അപ്പോൾ എല്ലാവർക്കും ബ്രസ്റ്റ് സൈസ് റിഡക്ഷൻ സർജറി തന്നെ വേണമെന്നില്ല. ഇൻഫാക്ട് ഈ കുട്ടികളിൽ പ്രഗ്നൻസി ഒന്നും ആവുന്നതിന് മുമ്പത്തെ കുട്ടികളിൽ നമ്മൾ സർജറി മാക്സിമം അവോയ്ഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. കാരണം ഈ സർജറി ചെയ്താൽ മിൽക്ക് പ്രൊഡക്ഷൻ നല്ലപോലെ ബാധിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്.